ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ഭാഗം പമ്പുകളെ കുറിച്ചാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ്. ഈ പമ്പുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. പമ്പുകൾ എന്താണ്, എന്തിനാണ് പമ്പ് ഉപയോഗിക്കേണ്ടത്, വ്യത്യസ്ത തരത്തിലുള്ള പമ്പുകൾ ഉള്ളത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പമ്പുകളാണ് ഉള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ വളരെ വിശദമായ രീതിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചില ഭാഗങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് കാണിക്കാം. നമ്മളിന്ന് പമ്പുകളെ കുറിച്ച് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. എന്താണ് പമ്പ്, പമ്പിന്റെ ആവശ്യകത എന്താണ്. നമുക്ക് ഈ മോഡേൺ യുഗത്തിലാണ് നമുക്ക് ഇതുപോലെ പമ്പുകളുടെ ആവശ്യം വന്നിരിക്കുന്നത്. മുമ്പൊക്കെയാണെങ്കിൽ നമ്മളെപ്പോഴും കിണറ്റിൽ നിന്ന് വെള്ളം കോരും, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വെള്ളം കോരും, അരുവിയിൽ നിന്ന് വെള്ളം കോരും, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തേക്ക് വന്നപ്പോഴേക്കും പമ്പുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസുകൾ വന്നു. ഓക്കെ, നമ്മൾ അതിന്റെ കണ്ടന്റിലേക്ക് വിടാം. നിങ്ങൾ പമ്പുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? പമ്പുകൾ കാണാത്ത ആളുകൾ ആരും തന്നെ ഇല്ല. ശരി, പമ്പ് എവിടേക്കാണ് ഉപയോഗിക്കുക? ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പമ്പുകൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ശരി, പമ്പുകൾ സാധാരണ എവിടേക്കായിരിക്കും ഉണ്ടായിരിക്കുക? നിങ്ങൾ കണ്ടിട്ടുള്ള പമ്പുകളൊക്കെ എവിടെയാണ് സാധാരണ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അതുകൊണ്ട് പമ്പ് എന്താണ് പമ്പിന്റെ ധർമ്മം, ഇത് നമ്മൾ പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. പമ്പ് എന്ന് പറഞ്ഞാൽ ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് വാട്ടർ ക്യാരി ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് താഴ്ന്ന ലെവലിൽ നിന്നും ഉയർന്ന ഒരു ലെവലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു ഉപകരണമാണ് പമ്പ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന മോട്ടറിനെ മാത്രമായിരിക്കും നമ്മൾ പമ്പ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഇലക്ട്രിക് വൈൻഡിങ് ആയിട്ടുള്ള ഭാഗമുണ്ട്. അതിന് ശേഷമുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അതിനെയാണ് നമ്മൾ പമ്പ് എന്ന് വിളിക്കുന്നത്. അല്ലെ? അതൊരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു ഉപകരണമാണ്. എന്താണ്? ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകുന്ന ഒരു ഉപകരണമാണ്. നമുക്കറിയാം, മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് നമുക്ക് പമ്പിന്റെ ആവശ്യം വേണ്ട. കാരണം ആ വെള്ളം ഇങ്ങനെ ഗ്രാവിറ്റി വഴിയായിട്ട് ഒഴുകി വരും. അതായത് ഭൂമി എല്ലാത്തിനെയും എന്ത് ചെയ്യും? അതിന്റെ താഴേക്ക് അത് കൊണ്ടുവരും. അതിന്റെ താഴേക്ക് വെള്ളം എപ്പോഴും കൊണ്ടുവരും. നമ്മൾ ഒരിക്കലും മുകളിലേക്ക് വീഴാറില്ല, എപ്പോഴും താഴേക്ക് വീഴാറുള്ളൂ അല്ലെ? അപ്പം ഇതിന് എതിരായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ കണ്ടു? എന്തായിരുന്നു പമ്പ് എന്ന് പറഞ്ഞാല്? അതായത് ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് വാട്ടർ ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒന്നാണ്. അതാണ് ഞാൻ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ്, ദ പ്രഷർ എനർജി. അതായത് ഇതിന് എനർജി വരുമല്ലോ അല്ലെ? ഞാൻ ഒന്നുകൂടെ വായിക്കാതെ. ദ പമ്പ് ഈസ് എ ഡിവൈസ് വിച്ച് ലിഫ്റ്റ് the water from lower level to higher level. Thus, the pump is a water absorbing device used to increase the pressure energy. അതായത് ഒരു പൈപ്പിലൂടെ എന്ത് ചെയ്യും? അതിന് പ്രഷർ കൊടുക്കും അല്ലെ? പ്രഷർ കൊടുത്തിട്ട്, അല്ലെങ്കിൽ മർദ്ദം കൊടുത്ത്, പ്രഷർ എനർജി കൊടുത്ത് ഈ ലിക്വിഡിനെ, അല്ലെങ്കിൽ ഈ വെള്ളത്തെ എന്ത് ചെയ്യും? ഒരു സ്ഥലത്തേക്ക് അത് മാറ്റും. അതാണ് ഇപ്പോൾ ഈ പമ്പിന്റെ പ്രവർത്തനം. The pressure energy is increased by
ക്രിയേറ്റിംഗ് റീജിയൻ ഓഫ് ലോ പ്രഷർ. അതായത് നമുക്കെല്ലാവർക്കും അറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് എന്താണ്, ഒരു അന്തരീക്ഷ മർദ്ദം, അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതൽ വരണം അല്ലെ ഈ പ്രഷർ എനർജി കൊടുക്കണം. ശരി, നമ്മളിവിടെ താഴെ ഒരു ബ്ലോക്ക് ഡയഗ്രം കാണാൻ പറ്റും. ഇതെന്താണ് പമ്പ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയാക്കി മാറ്റും. അതായത് യാന്ത്രിക ഊർജത്തെ എന്താണ് ഹൈഡ്രോളിക് ഊർജമാക്കി മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് പമ്പ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രം. നിങ്ങൾക്ക് അത് കൃത്യമായ രീതിയിൽ അത് കാണാം അല്ലെ. ഞാൻ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അയക്കാം. വ്യത്യസ്ത തരത്തിലുള്ള പമ്പുകളാണ് നിങ്ങളിവിടെ കാണുന്നത് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുള്ള പല പമ്പുകളുണ്ട് അല്ലെ. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള പമ്പുകൾ തന്നെയായിരിക്കും അല്ലെ. ശരി, പമ്പുകളെ കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ ഒരു വിശദമായിട്ടുള്ള പഠനങ്ങളെ കുറിച്ച് വരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ഇതിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? പമ്പ് നിങ്ങൾ കണ്ടുപോലെ പമ്പ്. ഈ പമ്പിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്? സെക്കൻഡ് വൺ റോട്ടോ ഡൈനാമിക് പമ്പ്. അതെന്താണെന്നുള്ളത് പറയാം. ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. ഇതിന്റെ രണ്ട് ഉദാഹരണങ്ങൾ, ഒന്ന് റോട്ടറി പമ്പ്, മറ്റൊന്ന് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഈ ഹൈഡ്രോളിക് പമ്പിന്റെ രണ്ട് ബ്രാഞ്ചുകളുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് ഒന്ന് സെൻട്രിഫ്യൂഗൽ പമ്പും ആക്സിയൽ പമ്പും. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ഈ പമ്പ് എന്നുള്ള ഒരു പമ്പ്. ഒന്ന് അതിന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്, റോട്ടോ ഡൈനാമിക് പമ്പ് എന്ന് രണ്ട് ക്ലാസിഫിക്കേഷൻ ആകും. അത് റോട്ടറി പമ്പുകളാണ് നമ്മളിപ്പോൾ റോട്ടറി പമ്പുകളും, അതുപോലെ മറ്റൊന്നാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ശരി, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്താണെന്ന് നോക്കണം. വളരെ വിശദീകരിച്ചുള്ള ഒരു ക്ലാസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. ദീസ് പമ്പ് ഹാസ് വൺ ഓർ മോർ ചേംബർ which are alternately filled with the liquid to be pumped. അത് പറയാം. The pressure increases by pushing the liquid with the moving member. അതായത് പിസ്റ്റണിന്റെയോ അല്ലെങ്കിൽ ഒരു റോട്ടറിന്റെയോ സഹായത്തോടു കൂടി വെള്ളം പ്രവഹിക്കുന്ന പമ്പുകളെയാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറയാം. പിസ്റ്റൺ ഉണ്ടാവും അല്ലെ, പിസ്റ്റൺ. ശരി, പിസ്റ്റൺ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാനത് ഈ പിസ്റ്റൺ എന്താണെന്ന് കാണിച്ചു തരാം, അതുപോലെ തന്നെ റോട്ടർ എന്താണെന്ന് കാണിച്ചു തരാം. ഇതിന്റെ രണ്ട് ഉദാഹരണങ്ങളെ കുറിച്ച് പറയുന്നത്, ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഈ കാണുന്നതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ശരി, നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം. എന്താണ് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ കാണുന്നു. Reciprocating pump. Reciprocating pump is positive displacement pump. It has piston, suction valve, suction port, delivery valve, and delivery port. It is often used where relatively small quantity of liquid is to be handled and where delivery pressure is quite large. Okay. ഈ പിസ്റ്റൺ എന്താണ് നിങ്ങൾ Reciprocating pump. Reciprocating pump. ഇതാണ് ഈ പിസ്റ്റൺ. കണ്ടോ, ഈ പിസ്റ്റന്റെ മൂവ്മെന്റ് ആണ്. ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? അവിടുന്ന് മെല്ലെ അവിടുന്ന് മൂവ് ചെയ്യും അല്ലെ. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാധാരണ രീതിയിൽ സിറിഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതിൻ്റെ ഒരു പിസ്റ്റൺ നമ്മൾ പുറകോട്ട് വലിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിലെ രക്തം ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഓടി വരുക അല്ലെ. അതാണ് ആ ഒരു തത്വം തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലെ. അപ്പോൾ ഈ പിസ്റ്റൺ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നിരിക്കുന്ന ഈ വാൾവ് എന്ത് ചെയ്യും? ആ വാൾവ് ഓപ്പൺ ആകും.
അപ്പോഴേക്കും വെള്ളം അതിലൂടെ കയറി വരും അല്ലേ? വെള്ളം കയറി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ നമുക്ക് ഈ പിസ്റ്റൺ വീണ്ടും ഇവിടെ കയറി വരുമ്പോഴേക്കും ഈ താഴെ കാണുന്ന ഈ വാൾവ് അടയും. എന്നിട്ട് ഈ ഡെലിവറി വാൾവ് എന്ത് ചെയ്യും? അപ്പോൾ രണ്ട് തരം സംഗതിയുണ്ട്. അതായത് ഡെലിവറി പൈപ്പും അതുപോലെ തന്നെ സക്ഷൻ പൈപ്പും ഉണ്ട്. നമ്മളിപ്പോൾ ഇതൊരു പമ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ പമ്പിന്റെ ഒരു മധ്യഭാഗത്ത് വെച്ച് നമ്മൾ ഒരു ലൈൻ ഇടുക. അങ്ങനെയാകുമ്പോൾ ഈ മധ്യഭാഗത്തിന്റെ താഴോട്ടുള്ള ഭാഗം അതിനെ നമുക്ക് സക്ഷൻ എന്ന് വിളിക്കാം. ഈ മിഡിൽ ഭാഗത്ത് മുതൽ അതിന്റെ മുകളിലേക്കുള്ള ഭാഗത്തെ എന്ത് പറയാം? ഡെലിവറി എന്ന് പറയാം. ഒന്ന് വലിച്ചെടുക്കുന്നു, മറ്റൊന്ന് തള്ളിക്കൊടുക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് പിസ്റ്റൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടു എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പിസ്റ്റണിന്റെയോ അല്ലെങ്കിൽ റോട്ടറിന്റെയോ. റോട്ടർ എന്താണെന്നുള്ളത് കാണിക്കാം. ഇതാണ് റോട്ടറിനെ കുറിച്ച് നമുക്കുള്ള കാര്യങ്ങൾ. നമുക്കൊന്ന് റോട്ടറിനെ കുറിച്ച് പഠിക്കാം. Rotary gear pump. A rotary gear pump has suction port, discharge port, spur gears, and pump casing. In rotary gear pump, fluid is carried between gear teeth and displaced when they mesh. ഓക്കെ, നമ്മളിത് കണ്ടു. ഇതാണ് ഗിയർ അല്ലെങ്കിൽ പൽചക്രം എന്നൊക്കെ പറയും അല്ലെ? അതെ. അപ്പം ഇത് എന്ത് ചെയ്യും? ഇതിങ്ങനെ കറങ്ങും അല്ലെ? നമ്മൾ കണ്ടപോലെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഒരു ഇത് മെഷ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് ഇതിങ്ങനെ അടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതിങ്ങനെ കറക്കുമ്പോൾ എന്ത് വരും? ഈ സക്ഷൻ പോർട്ടിൽ നിന്നും വെള്ളം എന്ത് ചെയ്യും? ഡിസ്ചാർജ് പോർട്ടിലേക്ക് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും അല്ലെ? ഇപ്പൊ നിങ്ങൾ കണ്ടതുപോലെ തന്നെ surfaces of the rotors cooperate to provide continuous sealing. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ കണ്ട ഇപ്പൊ നമ്മൾ കണ്ടത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് റെസിപ്രോക്കൽ പമ്പിലേക്ക് ഒന്നുകൂടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതാ ഇവിടെ നമുക്കൊരു എന്ത് ചെയ്യാം? ഒരു പിസ്റ്റൺ കാണാം. ഇതുകൊണ്ട് ഒരു പിസ്റ്റൺ ഉണ്ട്, ഡിസ്ചാർജ് കാണാം, സക്ഷൻ വാൾവ്. നമ്മൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പമ്പിന് നമ്മൾ കൃത്യം ഒരു നടുക്കോട് ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴോട്ടുള്ള ഭാഗം സക്ഷൻ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇരിക്കുന്ന ഭാഗം സക്ഷൻ എന്ന് പറയും. വിലങ്ങനെയുള്ള ദൂരമാണ് ഇതെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡെലിവറി. ഇതിന്റെ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കണക്റ്റിംഗ് റോഡ്, അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ്, പിസ്റ്റൺ, അതുപോലെ ക്രോസ് ഹെഡ് അല്ലെ, ഡിസ്ചാർജ് വാൾവ് ഉണ്ടോ? ഇവിടെ കാണാം ഡിസ്ചാർജ് വാൾവ്, സക്ഷൻ വാൾവ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇതാണ് ആ പമ്പ്. ഈ കാണുന്നതാണ് പമ്പ്. പക്ഷെ ഈ കാണുന്ന പമ്പിന് ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ റോട്ടറി പമ്പ് ഇനി രണ്ടാമത്തെ സംഗതിയാണ്. ഇത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ വരുന്നതാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. രണ്ട് റോട്ടറി പമ്പാണ്. നമ്മൾ അതിന്റെ വീഡിയോ കണ്ടു. ഇതേപോലെ എന്ത് ചെയ്യും? ഈ ഗിയർ റോട്ടറി ഗിയർ പമ്പ് എന്ന് പറയും. ഈ റോട്ടറി പമ്പ് എന്ന് നമ്മൾ സാധാരണ പറയും. ഇതിങ്ങനെ എന്ത് ചെയ്യും? റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം അകത്തേക്ക് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പുറത്തുള്ള കേസിംഗ് ആണ്. ഈ കേസിങ്ങിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. നോക്കൂ, സീല്, ഡ്രൈവ് ഷാഫ്റ്റ്, അതുപോലെ മൗണ്ടിങ് ഫ്ലാഞ്ച്, അതുപോലെ പ്രഷർ പോർട്ട്, അതുപോലെ സെക്ഷൻ പോർട്ട്, ഡ്രൈവ് ഗിയർ, കേസ്, ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത് അല്ലെ? നിങ്ങൾ കണ്ടുവല്ലോ, വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരു ഡയഗ്രാം ഉള്ളതുകൊണ്ട് എന്താണ് ഇത് നടക്കുന്ന കാര്യങ്ങൾ കണ്ടു അല്ലെ? അപ്പൊ റോട്ടറി പമ്പിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു അല്ലെ? ശരി, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റോട്ടറി പമ്പും, സെക്കൻഡ് വൺ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് പോലെ. ശരി, അടുത്തത് സ്ക്രൂ പമ്പാണ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ നമുക്ക് ഇത് ഇല്ലാത്തതാണ്. എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണാം. എന്താണ് സ്ക്രൂ പമ്പ്? Screw pump. Inlet,
outlet. Screw. A screw pump is a positive displacement pump that uses one or several screws to move and trap fluids or solids between screw along the axis of screw. കാര്യങ്ങൾ വ്യക്തമാണ് അല്ലെ? ഒരു ഇൻലെറ്റ്, ഒരു ഔട്ട്ലെറ്റ് അല്ലെ, വെള്ളം അവിടെ നിന്ന് കയറി വരുന്നു, സ്ക്രൂസ് വെള്ളം വ്യക്തമായിട്ട് കാണാം അല്ലെ? ശരി. ഫോർത്ത് കൊണ്ടാണ് വെയിൻ പമ്പ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സിലബസിലില്ല, നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങൾക്ക് കാണിക്കാം. വെയിൻ പമ്പ്. Eccentric rotor. Vein. A rotary vane pump is a positive displacement pump that consists of vanes mounted to an eccentric rotor that rotates inside of a cavity. By the eccentric rotation of rotor, fluid is trapped and pumped. നടക്കുന്ന പ്രവർത്തനം ഇപ്പൊ നിങ്ങൾ കണ്ടു അല്ലെ? ഡിസ്ചാർജ് സക്ഷൻ അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ ഇത് രണ്ടും പ്രവർത്തിക്കുന്നു അല്ലെ? അതിനുശേഷം ഇത് അവിടെ നിന്ന് തള്ളിക്കൊടുക്കുന്നു. ഇതാണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ? കൊള്ളാം. ഇതാണ് നമ്മൾ കണ്ട സ്ക്രൂ പമ്പും അതുപോലെ തന്നെ വെയിൻ പമ്പും. എങ്ങനെയാണ് അതിന്റെ വെയിൻ പ്രവർത്തിക്കുന്നത് കണ്ടല്ലേ? ശരി, നമ്മൾ ഇനി രണ്ടാമത്തെ ടൈപ്പ് പമ്പുകളെ കുറിച്ച് പഠിക്കുകയാണ്. റോട്ടോ ഡൈനാമിക് പമ്പ്. റോട്ടോ ഡൈനാമിക് പമ്പ്. ഓക്കെ, അതായത് ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ വഴിയായിട്ട് വെള്ളം പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ ഈ റോട്ടോ ഡൈനാമിക് പമ്പ് എന്ന് പറയുന്നത്. The pressure of liquid increases by centrifugal action and due to change of its angular moment. അതായത് ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ. സെൻട്രിഫ്യൂഗൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കും. അപ്പോഴെന്ത് സംഭവിക്കും? ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചിത്രവും അതിൻ്റെ ഒരു വീഡിയോയും കാണുമ്പോൾ നമുക്ക് പറയാം. ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ്. നമുക്കൊരു കാഴ്ചക്ക് ഒരു പമ്പ് നമുക്ക് സെൻട്രിഫ്യൂഗൽ ആണ്, ഇതൊക്കെ നമുക്ക് അത് ബൈ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് അതിന്റെ വീഡിയോ നോക്കാം. സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണ്? Centrifugal pump. A centrifugal pump is a rotodynamic pump that uses a rotating impeller to increase the pressure and flow rate of a fluid. Centrifugal pumps are the most common type of pump used to move liquids through a piping system. അതൊരു ഇമ്പല്ലർ ഉണ്ട്, നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഇമ്പല്ലർ ഇത് വെക്കുന്നു. എന്നിട്ട് വളരെ ശക്തമായിട്ടുള്ള വെള്ളം പ്രവഹിക്കും. നമ്മൾ ആദ്യം കണ്ട ഈ പമ്പുകൾ, അതായത് റോട്ടറി പമ്പുകളായാലും അതുപോലെ തന്നെ അതുപോലുള്ള മറ്റൊരു പമ്പ് ഉണ്ടായിരുന്നു, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ലെ? ഇതിനൊക്കെ ഡിസ്ചാർജുകൾ കുറവാണ്. പക്ഷെ സെൻട്രിഫ്യൂഗൽ പമ്പുകളൊക്കെ വന്നപ്പോഴേക്കും ആദ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പമ്പുകളായിരുന്നു, കുറച്ച് വെള്ളങ്ങളെ വന്നുകൊണ്ടിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കൂടി അല്ലെ? സെൻട്രിഫ്യൂഗൽ പമ്പ് കുറച്ചും കൂടെ സ്റ്റേജുകളൊക്കെ കൂടിയ പമ്പുകളാണ്. വെള്ളം ഒരുപാട് നമുക്ക് വരേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് സമയം മോട്ടർ ഇട്ടിരിക്കാൻ നമുക്ക് സമയങ്ങളില്ല അല്ലെ? അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ സെൻട്രിഫ്യൂഗൽ പമ്പുകൾ പോലുള്ളത്. എന്താണ് നമ്മളെ സഹായിച്ചത്? ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ മുഖാന്തരമായിട്ടാണ് ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് വരുന്നത്. ഇതിനുള്ളൊരു ഇമ്പലർ ഉണ്ട് അല്ലെ? ആ ഇമ്പല്ലർ വളരെ വേഗത്തിൽ കറങ്ങും. അപ്പോഴങ്ങനെയാണ് ഡിസ്ചാർജുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നാണ് ആക്സിയൽ പമ്പ്. നമ്മളിപ്പോഴും ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു ആക്സിസിൽ തന്നെ ഈ മറ്റൊന്ന് ഇമ്പലർ പോലെ ഒന്നാണ്. വെള്ളം പുറത്തേക്ക് പ്രവഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കാണുന്നത്. ആ ഡയഗ്രാം കാണുന്നവർ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. തേർഡ് വൺ, മിക്സഡ് ഫ്ലോ പമ്പ്. ഇതൊന്നും നമുക്ക് ഇപ്പോഴും നമ്മുടെ സിലബസിലുള്ളതല്ല. ഓക്കെ, ഈ പമ്പുകളെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ശരി, മറ്റൊന്നാണ് സെൽഫ് പ്രൈമിംഗ് പമ്പ്.
പ്രൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല രീതിയിലും ഉള്ളൊരു പ്രശ്നം നേരിടും. അതായത് നമുക്കിപ്പോൾ ഈ വെള്ളം നമുക്ക് മുകളിലോട്ട് വലിച്ചു കൊണ്ടുവരണം. അപ്പം നമ്മുടെ ഈ സെക്ഷൻ പൈപ്പ് ഉണ്ട് അല്ലേ, ആ പമ്പിന്റെ മധ്യഭാഗത്ത് കൊണ്ട് നേരെ ഈ നമ്മുടെ കുളത്തിലേക്ക് വരെയുള്ള ഒരു പമ്പ് താഴെ ഇട്ടിട്ടുണ്ട് അല്ലേ. ഈ സെക്ഷൻ പൈപ്പിനകത്ത് മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അതിനകത്ത്, അതായത് എയർ നീക്കം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പ്രൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, സാധാരണ രീതിയിലേക്കുള്ള മോട്ടറിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ അതിനൊരു വാൾവ് തുറന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതായത് അതിന് ഉദ്ദേശിക്കുന്ന സംഗതി ഇതാണ്, സെക്ഷൻ പൈപ്പിനകത്ത് വെള്ളം നിറയ്ക്കും. അതായത് അതിനുള്ളിലുള്ള എയർ റിമൂവ് ചെയ്യുന്ന ആ പ്രവർത്തനത്തെയാണ് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൈമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഫുട്ബോൾ നോക്കാറുണ്ട്. ഈ ഫുട്ബോളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അത് മുഴുവൻ അകത്തേക്ക് വെള്ളം കൊടുക്കും, ഒട്ടും വെള്ളം പുറത്തേക്ക് പോകും. അപ്പൊ ഇപ്പം നമ്മൾ കാണുന്ന ഈ പമ്പ് സെൽഫ് പ്രൈമിംഗ് പമ്പിന് ആ പ്രൈമിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അതിനൊരു വീഡിയോ കാണാം. സെൽഫ് പ്രൈമിംഗ് പമ്പ്. Self-priming pump can start without water on the pump. These self-priming pumps are used for pumping slurries and dirty water. Okay. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് മനസ്സിലായി. നമ്മളത് അത്ര വിശദീകരിച്ച് നമ്മൾ നോക്കുന്നില്ല. ശരി, നമ്മൾ ഇനി പമ്പുകളെ ഇനി ചിലതായിട്ട് ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്തത് ഏതൊക്കെയാണ്? ഒന്ന്, രണ്ട് തരത്തിൽ നമ്മളിത് കണ്ടു. ഒന്ന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്, സെക്കൻഡ് വൺ. രണ്ടാമത്തേത് നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പ് പോലുള്ളത് നമ്മൾ കണ്ടല്ലേ. ഇങ്ങനെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചിന്തിച്ചത്. ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ കുറിച്ചാണ്. അതായത് ബേസ്ഡ് ഓൺ ദ ആക്ഷൻ ഓഫ് ഫ്ലൂയിഡ്. അതായത് ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ ആക്ഷൻ അനുസരിച്ചുള്ളത്. സിംഗിൾ ആക്ടിംഗ് പമ്പ്, ഡബിൾ ആക്ടിംഗ് പമ്പ്, അതാണ് ആക്ഷൻ വരുന്നത്. സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് യൂസ്ഡ്. സിംഗിൾ സിലിണ്ടർ പമ്പ്, ഡബിൾ സിലിണ്ടർ പമ്പ്, ട്രിപ്പിൾ സിലിണ്ടർ പമ്പ്. Okay. Third one, based on the presence of air vessel. അത് പമ്പ് വിത്തൗട്ട് എയർ വെസൽ, പമ്പ് വിത്ത് എയർ വെസൽ. അതായത് എയർ വെസൽ ഉള്ളതും എയർ വെസൽ ഇല്ലാതെ. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ചിത്രത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാം. ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? ഈ പിസ്റ്റണിനെ കറക്കാൻ സഹായിക്കുന്നത് ഇവിടെ ഒരു കണക്റ്റിംഗ് റോഡ്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് വായിക്കാം. ദ ഹൈഡ്രോളിക് മെഷീൻ വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഹൈഡ്രോളിക് എനർജി വിച്ച് ഈസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് പ്രഷർ എനർജി. നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഒരു ഹൈഡ്രോളിക് മെഷീൻ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പമ്പ് എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജി ആക്കി മാറ്റുന്ന, അതിന് ഒരു ആ വെള്ളത്തിന് ഒരു പ്രഷർ എനർജി കൊടുക്കുന്നുണ്ട്, വെള്ളത്തെ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് എത്തിക്കുന്നു അല്ലെ. ഇതാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ. ഇൻ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ദ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ഇൻസൈഡ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ഉള്ളിലാണ് ഇത് കാണുന്നത് അല്ലെ. ഇൻ ദ ഹെഡ് ഓഫ് ദ സിലിണ്ടർ the suction and the discharge valve are mounted. In the suction forward stroke, the piston retracts and suction valve opens, the causing suction of the fluid into the cylinder. The return stroke, the piston pushes the liquid out through the discharge valve. നമ്മൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് വരാം. ഇതൊരു ഡയഗ്രമാണ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ഒരു ഡയഗ്രം. എന്തെല്ലാമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. ഒരു പമ്പിന്റെ രണ്ട് ഹെഡുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ.
ഒന്ന് ഇവിടെ കാണുന്നു HS, മറ്റൊന്ന് HD അല്ലേ? നമ്മൾ ഈ പമ്പിന്റെ കൃത്യ നടുക്കോട് ഇതുണ്ട്, ഒരു ലൈൻ നമ്മൾ വരയ്ക്കും, ഒരു ഇമേജിനറി ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കും. ഇതിന്റെ താഴോട്ടുള്ള ഭാഗം അതിനെ നമ്മൾ സക്ഷൻ എന്ന് പറയും. ഈ കാണുന്നതാണ് സക്ഷൻ, വലിച്ചെടുക്കുക അല്ലെ? ഇനി ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പമ്പിന്റെ നടുക്ക് മുതൽ നമ്മൾ എവിടെയാണോ വെള്ളം എത്തിക്കേണ്ടത് അതിലേക്കുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഡെലിവറി പൈപ്പും സെക്ഷൻ പൈപ്പുമാണ്. ഈ താഴെ കാണുന്നത് സക്ഷൻ പൈപ്പ്, ഈ താഴെ കാണുന്നതാണ് സക്ഷൻ പൈപ്പ്. അതുപോലെ ഇതിന് മുകളിലേക്കുള്ള ഭാഗമാണ് ഈ മോട്ടറിന്റെ അല്ലെങ്കിൽ ഈ പമ്പിന്റെ സെൻട്രൽ ടു അതിന്റെ എവിടെയാണോ വെള്ളം എത്തിക്കുന്നത് അതിന്റെ വെർട്ടിക്കൽ ഹൈറ്റ്. അപ്പം ഡെലിവറി പൈപ്പ് കണ്ടു. ശരി, പിന്നെന്താണ് സക്ഷൻ വാൾവ് ഉണ്ട്. ഈ സക്ഷന്റെ അവിടെ ഒരു വാൾവ് ഉണ്ട്. ഈ വാൾവ് എന്ത് ചെയ്യും? അവിടെ വെള്ളം വലിച്ചെടുക്കുമ്പോഴേക്കും ആ വാൾവ് അങ്ങ് പോകും. അതിനുശേഷം ഈ വാൾവ് അങ്ങ് അടയും, പിന്നെ വെള്ളം തിരിച്ചു പോകില്ല. കണ്ടോ, സക്ഷൻ വാൾവ്. പിന്നീട് ഒരു പിസ്റ്റൺ, അതുപോലെ ഒരു ഡെലിവറി വാൾവ്. ഇവിടെ വെള്ളം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സക്ഷൻ വാൾവ് അടയും, ഉടനെ തന്നെ ഡെലിവറി വാൾവ് പോകും. അപ്പോഴേക്കും എന്ത് ചെയ്യും? ഉടനെ തന്നെ അതങ്ങ് അടയും. ഇനി എന്ത് ചെയ്യും? ഈ സക്ഷൻ വാൾവ് വരും അല്ലെ? ഇതാണ് ഒരു സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഈ പിസ്റ്റൺ ഇന്ന് പ്രവർത്തിക്കുന്നത്. ഈ പിസ്റ്റനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കണക്റ്റിംഗ് റോഡ് ഉള്ളത്. കണ്ടോ, ഒരു റൊട്ടേഷൻ ഇങ്ങനെ അത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴെന്ത് ചെയ്യും? നമ്മുടെ ഈ പിസ്റ്റൺ അവിടുന്ന് അതനുസരിച്ച് വരും, മുമ്പോട്ടും പുറകോട്ടും, മുമ്പോട്ടും പുറകോട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സിറിഞ്ചിന്റെ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലെ? ശരി, ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് the major parts of the reciprocating pump: piston, crank and connecting rod. ഈ കാണുന്നതാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ക്രാങ്ക്. ഇവിടെ കാണുന്ന ഇതാണ് ക്രാങ്ക്. അപ്പൊ ഇതിനകത്ത് വരുന്ന സംഗതികൾ ഒന്ന് പിസ്റ്റൺ, ക്രാങ്ക് ആൻഡ് കണക്റ്റിംഗ് റോഡ്, സെക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ്, നോൺ റിട്ടേൺ വാൾവ് എന്ന് പറഞ്ഞ NRV. അതായത് വെള്ളം തിരിച്ചു വരാൻ പാടില്ല, അതാണ് നോൺ റിട്ടേൺ വാൾവ്. ഇനി അതിൽ ഓരോന്നിനെ വിശദീകരിക്കുകയാണ്. പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The piston is a cylindrical part that reciprocates inside the cylinder. അതായത് സിലിണ്ടറിന്റെ ഉള്ളിൽ എന്താണ് പ്രവർത്തിക്കുന്ന, സിലിണ്ടറിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന, നിങ്ങൾ അവിടെ ചിത്രത്തിൽ കണ്ടു അല്ലേ? The main purpose is push and pull the liquid. അതായത് വെള്ളത്തെ വലിക്കുകയും അതുപോലെ തള്ളുകയും ചെയ്യും. The crank and the connecting rod, the mechanism. അതിന്റെ പ്രവർത്തനം എന്താണ്? ക്രാങ്കിന്റെയും കണക്റ്റിംഗ് റോഡിന്റെയും മെക്കാനിസം എന്താണ്? The crank is a circular disc which connects the connecting rod and motor shaft. ഈ മോട്ടോർ ഷാഫ്റ്റും അതുപോലെ തന്നെ അതിന്റെ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ കൊടുക്കുന്നു. നമ്മളവിടെ കണ്ടു ഈ കണക്റ്റിംഗ് റോഡ് ചിത്രത്തിലേക്ക് വരാം. ഇതിങ്ങനെ കറങ്ങുന്നതനുസരിച്ചാണ് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈ പണ്ടത്തെ വളരെ കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള ഈ KSRTC ബസ്സുകളിലൊക്കെ വൈപ്പറൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ അതേ രീതിയിലാണ്. നമുക്കൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമാണ്. ശരി, അടുത്ത് സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ്. The suction pipe is located below the pump and delivery pipe located above the pump. The pipes pass through the liquid from low level to high level. സെക്ഷനും അതുപോലെ ഡെലിവറി പൈപ്പും പറഞ്ഞു. സെക്ഷൻ പൈപ്പ് എന്ന് പറയുമ്പോൾ ഈ പമ്പിന്റെ താഴെ ഭാഗമുള്ളത്, ഡെലിവറി പൈപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ എബോവ് പമ്പിന്റെ മുകൾ ഭാഗമുള്ളതാണ്. ഓക്കെ, പിന്നെ നോൺ റിട്ടേൺ വാൾവ്. അതായത് ഈ വാൾവ് അതിലൂടെ വരുന്ന ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല അല്ലെ? നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു 100 രൂപ കടം കൊടുത്തു അയാൾ പിന്നെ തിരിച്ചു വരും അല്ലെ? ഇവിടുത്തെ സംഗതി അങ്ങനെയല്ല, ഒരു ഭാഗത്തിലും തിരിച്ചു വരില്ല. The suction pipe is located below the pump and delivery pipe located above the pump. The pipes pass through the, അതായത് വൺ ഡയറക്ഷൻ മാത്രമാണ്, ഒരു ഡയറക്ഷനിലൂടെ മാത്രമേ ഇത് വരുള്ളൂ അല്ലെ? ശരി, നമുക്കിനി അടുത്ത് നോക്കാം സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇതാണ് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്.
നമ്മൾ നേരത്തെ കണ്ട അതേ ചിത്രം തന്നെയാണ്. ഇതിന്റെ ഒരു പ്രവർത്തന തത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. Single acting reciprocating pump. Single acting reciprocating pump consists of piston which moves forward and backward in a closed fixed cylinder. Suction valve, delivery valve, piston, delivery pipe, suction pipe, connecting rod and crank. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് ഇത് കണ്ടു അല്ലെ. ഡെലിവറി വാൾവ് എന്താണ്, സക്ഷൻ വാൾവ് എന്താണ്, അതുപോലെ ഡെലിവറി പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ സക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ. പിസ്റ്റൺ കേട്ടോ, ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണക്റ്റിംഗ് റോഡ്. അതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിങ്ങനെ കറങ്ങും. നമ്മളിവിടെ കാണാം. The movement of the piston is operated by connecting the piston rod to crank by means of a connecting rod. When the piston moves backward, vacuum is created inside the cylinder. By this, the suction valve opens and pump water from the sump. കണ്ടോ, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണ്. When the piston moves forward, the pump water inside the cylinder is forced out through the delivery valve. In reciprocating pump, the flow is not continuous. ഓക്കെ, കറക്റ്റ് ആണല്ലോ അല്ലേ. ഈ ക്രാങ്ക് അവിടെ നിന്ന് കറങ്ങുന്നതനുസരിച്ച് ഈ പിസ്റ്റണിനെ അങ്ങോട്ട് കൊണ്ടുവരും. അതിനുശേഷം ഇതല്ലേ, പിസ്റ്റൺ നേരെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് വരും. ക്രാങ്ക് തിരിച്ച് ആ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും എന്ത് ചെയ്യും, വെള്ളം അവിടെ നിന്ന് വലിച്ചെടുക്കുന്നു കേട്ടോ. വെള്ളം അവിടെ നിന്ന് വലിച്ചെടുക്കുന്നു. ഉടനെ ഈ വാൾവ് ഇവിടെ അടയുന്നു. അതിനുശേഷം ഈ വാൾവ് മുകളിലോട്ട് കൊണ്ടുപോകും അല്ലെ. കറക്റ്റായി അല്ലെ, നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കണം അല്ലെ. ഇതാണ് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ്. സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് ഇത് വ്യക്തമായി എന്ന് തോന്നുന്നു നമുക്ക് അതിന്റെ വീഡിയോ കണ്ടപ്പോൾ അല്ലേ. സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ കുറിച്ച് ഉള്ള വിവരമാണ്. The movement of the piston is operated by connecting the piston rod to crank by means of a connecting rod. The crank is rotated by means of an electric motor. ജസ്റ്റ് നിങ്ങൾക്കത് വായിച്ച് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശരി, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആക്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ആക്ടിങ് ഉണ്ടാവുന്നത് ഉറപ്പാണ് അല്ലെ. ഇതാണ് ഡബിൾ ആക്ടിങ്ങിന്റെ ഒരു ഡയഗ്രം. ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ഇതേ സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. S1, അതായത് S1 S2, അതായത് ഡബിൾ ആയിട്ട് എടുക്കുന്നു, ഡബിൾ ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ ഡിസ്ചാർജ് കിട്ടും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇതിന്റെ ഒരു വീഡിയോ കാണാം. Double acting reciprocating pump. Suction pipe, water, sump, suction valve, delivery valve, piston, piston rod, delivery pipe. In a double acting reciprocating pump, the suction and delivery strokes occur simultaneously. Therefore, there are 2 delivery strokes per revolution. Double acting reciprocating pump gives more uniform discharge than single acting pump because of continuous 2 delivery stroke. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റി. സിമ്പിൾ ആയിരുന്നു അല്ലെ. അതിന് ചില നോട്ട്സുകളാണ്, ആ നോട്ട്സുകൾ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, ഇനി അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഒന്ന്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിൽ ഡെലിവർ ഫ്ലൂയിഡ് അറ്റ് എ ഹൈ പ്രഷർ അല്ലെ. ഹൈ പ്രഷറാണ് അല്ലെ. അതുപോലെ തന്നെ എന്ത് പറ്റി, അതിന് സെൽഫ് പ്രൈമിംഗ് ഉണ്ട് അല്ലെ. നോ നീഡ്സ് ഫിൽ ദി സിലിണ്ടർ ബിഫോർ ദി സ്റ്റാർട്ടിംഗ്.
ഓരോ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. ഇനി അതിന്റെ ചില ഡിസഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പുകളുടെ. ഓക്കെ, നമ്മൾ ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഇതിനെ സംബന്ധിച്ചുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ.